അല്ല, എന്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് മുതലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവര് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അതെപ്പോഴോ പെട്ടെന്ന് ഇങ്ങനെ തോർത്തുമുണ്ട് മുടക്കി അല്ല തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്. അതോ എന്താ പറയുക, അല്ല അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാച്ചെമ്പെന്നും പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. അല്ല, അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്തിരിക്കുകയാണ്. അത് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. പക്ഷേ മൊട കണ്ട എടപെടുവണ്ണ. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ, അതായത് കേൾക്കുന്ന ആളിൻ്റെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും ഈ സംഭവങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മാറിപ്പോവും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. മഴ പെയ്തു എന്നത് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ആധുനിക മനുഷ്യന്മാരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മണം പരന്നു, അതായത് സമൂഹത്തിൽ നല്ല ചിന്തകൾ പരന്നു എന്നതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മനം നിറഞ്ഞു, ഒരു ആത്മീയ ശാന്തി ലഭിച്ചു. പിന്നെ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്, ഇതൊരു കച്ചവടമല്ല എന്നും ഇതൊരു ചടങ്ങല്ല എന്നും ഇത് പുതിയ ബന്ധങ്ങളാണെന്നും ഇത് പുതിയ ജീവിതമാണ് എന്നുള്ളതിന് വ്യക്തമായ എനിക്ക് ബോധ്യമുണ്ട്. വിവാഹം പോലത്തെ ഒരു മംഗളമായ ഒരു പവിത്രമായ ഒരു കാര്യത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. എൻ്റെ രായമാണിക്യം എന്നെപ്പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട്, സംഭവിച്ചു പോയി, എന്ത് ചെയ്യാം. മൈ മിസ്റ്റേക്ക്, ഞാനത് അംഗീകരിക്കുന്നു. ഞാൻ ഇച്ചിരി വില പിടിച്ചോട്ടെ. പിന്നെ